അറിയിച്ചു കൊടുക്കും. തിരുവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ശംശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. ദൈവത്തിന്റെ വലിയ സംരക്ഷണത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ദൈവത്തിനുള്ളതാണ് അല്ലെ. നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ചിലപ്പോ നമ്മൾ ദുർബലമായ അവസ്ഥയിൽ പ്രാർത്ഥിച്ചാലും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാലും ദൈവത്തിന് നമ്മളോടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് അല്ലെ. ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ട് ദൈവത്തിന് നമ്മോടുള്ള വ്യക്തിപരമായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സമയം വരെ ജീവിച്ചിരിക്കുന്നത് തന്നെ അല്ലെ. ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പാപാവസ്ഥയും നമ്മുടെ ദുഷ്ടതയും നികൃഷ്ടതയും നിരാശയും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി ദോഷവും ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ള ചിന്തയും പ്രവൃത്തിയും ആലോചനകളും ആഗ്രഹങ്ങളും നിയോഗങ്ങളും എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് വലിയൊരു ഭീകരമായ പാപകടം അല്ലെങ്കിൽ പാപാവസ്ഥ മാത്രമായിട്ടും കൂടുതൽ നമ്മളെ പൊതിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ ദൈവം നമ്മളോടുള്ള ഒരു പ്രത്യേകമായ സ്നേഹം, ഇതിനെ അതിജീവിക്കുന്ന ഒരു സ്നേഹം, അതുകൊണ്ടാണല്ലോ കാരിരുമ്പാണിയേക്കാൾ കരുത്തുള്ള ഒരു സ്നേഹം നമ്മളോടുള്ളത് കൊണ്ട്. അതായത് ആ ഇരുമ്പാണി എന്ന് പറഞ്ഞ ഒരു ശരീരത്തില് പച്ചമാംസത്തില് തറഞ്ഞു കയറുമ്പോഴും ദൈവത്തിന് നമ്മോടുള്ള അതിരറ്റ സ്നേഹം തന്നെയാണ്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞ നമ്മളെ ദ്രോഹിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര വിഷമമാണ്, പ്രവർത്തിക്കാൻ ഭയങ്കര വിഷമമാണ്, സഹായിക്കാൻ ഭയങ്കര വിഷമമാണ്, ക്ഷമിക്കാൻ ഭയങ്കര വിഷമമാണ്. അവരെ ഒരു തരത്തിലും നമുക്ക് സഹായിക്കാൻ പറ്റാറില്ല അല്ലേ. അത് മനുഷ്യനായതുകൊണ്ടാണ് നമ്മള് അല്ലേ. ദൈവത്തിന് അങ്ങനെയല്ല. ഇതെല്ലാം ദൈവം അനുഭവിച്ചിട്ടും ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ വിശ്വസ്തതയുടെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചുറ്റും കാണുന്ന ശത്രുക്കളെ അല്ലെങ്കിൽ ദൈവനിഷേധകരെ നിന്ദകരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതകളൊക്കെ തോന്നാറില്ലേ. നമ്മളെക്കാൾ വളരെ സുഭിക്ഷമായി ജീവിക്കുന്നു, അല്ലലില്ലാതെ ജീവിക്കുന്നു, ആരോഗ്യത്തോടെ ജീവിക്കുന്നു, സന്തോഷത്തോടെ ജീവിക്കുന്നു, ഒരു പ്രതിസന്ധിയും അവരെ തൊടുന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും അനുകൂലമാണെന്ന് നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്ന ഒരവസ്ഥയിൽ നമുക്ക് ചിലപ്പോൾ ദൈവത്തെ ആശ്രയിച്ചും സ്നേഹിച്ചും ദൈവത്തോട് ചേർന്നൊക്കെ ജീവിക്കാൻ ശ്രമിക്കും തോറും നമുക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുന്നു. പക്ഷെ നമ്മളതിനെ ശരിക്കും നന്നായിട്ട് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ ദൈവത്തെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തില് ഒരു വ്യക്തിയും ഇതുവരെയായിട്ട് സ്നേഹിച്ചിട്ടില്ല. എന്നിട്ട് ഈ അമ്മ അനുഭവിച്ചിട്ടുള്ള എല്ലാ മുറിവുകളും ചേർത്ത് വെച്ചാൽ പോലും നമ്മളുടെ ജീവിതത്തില് എന്ന് നമ്മൾ അനുഭവിച്ചിട്ട് കടന്നു പോയിട്ടുള്ള ഒരു സഹനങ്ങളും അതിന്റെ മുമ്പില് ഒന്നുമല്ല അല്ലെ. ദൈവത്തിന്റെ അമ്മയ്ക്ക് അനുഭവിച്ചിട്ടുള്ള എല്ലാ സഹനങ്ങളുടെ മുമ്പിലും നമ്മുടെ സഹനങ്ങൾ എന്തെങ്കിലും ആണോ? ഒന്നുമല്ല. പരിശുദ്ധ അമ്മ ദൈവത്തെ വേദനിപ്പിച്ചിട്ടില്ല, നമ്മൾ ദൈവത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, അനുസരിക്കാതിരുന്നിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ ദൈവകൃപയിലേക്ക് വരുവാൻ തന്നെ കാരണം നമ്മുടെ ദുരന്തങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സഹന ജീവിതത്തിന് തുടർക്കഥകളോ ഒക്കെയാണ്. പക്ഷെ പരിശുദ്ധമ്മ ജനിച്ചത് മുതല് ഈ ലോകം വിട്ടും ഇപ്പോഴും ആയിരിക്കുന്നത് പോലും എല്ലാ സമയങ്ങളിലും ദൈവത്തെ സ്നേഹിച്ച് ആരാധിച്ചുകൊണ്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളോടോ സാഹചര്യങ്ങളോടോ സമൂഹത്തോടോ നമുക്ക് പൊരുത്തപ്പെടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ പരിശുദ്ധ അമ്മയും ഈശോയും വളരെ സൗമ്യമായി പൊരുത്തപ്പെട്ടുകൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോ നമ്മുടെ മാനുഷികതമായ ബലഹീനതയിലും നമ്മളോടുള്ള വിശ്വസ്തതയില് ദൈവത്തിന് വലിയൊരു കരുണയുണ്ടായിരുന്നു അല്ലെ. അപ്പോ നമ്മളുടെ ദൈവം നമ്മളോട് കാണിക്കുന്ന എന്തിനെ പ്രതിയുള്ള സ്നേഹമാണ്? വിശ്വസ്തമായ അതായത് നമ്മളോടുള്ള വിശ്വസ്തതയുടെ അടയാളമാണ് നമ്മളോട് കാണിക്കുന്ന, നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സംരക്ഷണവും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നിലനിൽപ്പിന് കാരണമാക്കിയിട്ടുള്ള, നമുക്ക് ആലോചിക്കാവുന്ന ഇന്നത്തെ ദിവസം പ്രഭാതത്തില് എത്ര പേര് ഉണർന്നിട്ടുണ്ട്, പിന്നെ സമയം സന്തോഷത്തോടെ കടന്നു പോയിട്ടുണ്ട്, ചിലപ്പോ പലവിധ അപകടങ്ങളിൽ പെട്ടിട്ടുണ്ട്, ചില രോഗങ്ങളിൽ. ഞാൻ ഈ പ്രാർത്ഥനയിൽ കയറുന്നതിന് തൊട്ട് മുമ്പ്
ആ മുക്കാല് വരെ ഞാൻ വിചാരിച്ചു ഒന്ന് പ്രാർത്ഥന മാത്രം ചെയ്യാം, ജമാല മാത്രം ചെയ്യാം. അതുപോലെ തളർന്നൊടിഞ്ഞു പോയി. അതുപോലെ അവസ്ഥയായിരുന്നു. ഇന്നലെ ഞാൻ ഇങ്ങനെ പ്രേയറിന് കയറി അത്യാവശ്യമായിട്ട് എനിക്ക് എറണാകുളത്ത് പോകേണ്ടി വന്നു. അപ്പം അവിടെ നിന്ന് ഞാൻ ഓടി 2 മണിക്ക് മുമ്പ് ഇവിടെ എത്തിയത്. ഓടി വന്ന് സൂമിൽ കയറി. സൂമിൽ കയറലും ഞാൻ വല്ലാത്തൊരു തളർച്ചയിൽ അങ്ങോട്ട് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തളർന്നുപോയി. തളർന്നു പോയിട്ട് എനിക്ക് പിന്നെ ഞാൻ സോഫാമേലിരുന്ന് പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ കണ്ണു തുറക്കണ തീരാറാകുമ്പോഴേ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു ഇത് തോന്നി. എന്താ ഞാൻ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു എനിക്കിന്ന് വയ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്നും. അപ്പൊ ഞാൻ തൊട്ട് മുമ്പ് വരെ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ പോലെ തന്നെ ആ ഒരവസ്ഥ എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമോ എന്ന് വിചാരിച്ച് ഇരുന്ന. പിന്നെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു റിലാക്സ് ഒക്കെ തോന്നി. എന്താണെങ്കിലും ദൈവം തന്നെ ഇടപെടട്ടെ, ദൈവം വിചാരിക്കുന്നുണ്ടെങ്കിൽ നടത്തട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിന്ന് വേർഡ് ഓഫ് ഗോഡ് ചെയ്യാൻ തന്നെ ആലോചിച്ചു. അപ്പൊ നമ്മൾക്ക് പോലും അറിയില്ല അടുത്ത സെക്കൻഡില് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തായിരിക്കുമെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിക്കും ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തീർന്നു നമ്മുടെ അവസ്ഥ, എല്ലാം തീർന്നു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു അരക്ഷിതാവസ്ഥയിൽ നമ്മളെ കൊണ്ട് നിർത്താം, നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായതയിൽ കൊണ്ട് നിർത്താം. പക്ഷെ ദൈവത്തിന് അവിടെ നിന്ന് ഉയർത്താൻ സാധിക്കും. സാധിക്കില്ലേ? സാധിക്കും. സാധിക്കും. ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ. നമ്മളുടെ സർവശക്തി ഉപയോഗിച്ചാലും. ഇന്നലെ ഞാൻ കുറെ പരിശ്രമിച്ചു, എന്റെ സർവശക്തി ഉപയോഗിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. അതുപോലെ എനിക്ക് എന്തോ അപകടം, എന്തോ അസ്വസ്ഥത, എന്തോ രോഗം വരാൻ, എന്തോ ഒരു ഇത് എന്നെ പിടികൂടിയ പോലെ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഉറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് തലയൊക്കെ മരവിച്ച് കയറുന്നു, എന്തൊക്കെയോ അസ്വസ്ഥതകൾ. പിന്നെ ഞാൻ പ്രയർ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ലാസ്റ്റ് പ്രയറിന്റെ ടൈമിലാണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ഇത്രയും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ മനുഷ്യന്റെ നിസ്സാരത അത്ര ഉള്ളൂ. നമ്മൾ എത്ര ബലം പിടിച്ചാലും എന്തോ ഒരു ആഗ്രഹിച്ചു. അപ്പൊ നമ്മളെല്ലാവരും പ്രാർത്ഥനയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണല്ലോ ഇതിൽ കേറണത്. കേറിയിരുന്ന് കഴിയുമ്പോ എല്ലാവർക്കും കേറാനും പറ്റുന്നില്ല. കേറുന്ന ആൾക്കാർക്ക് ആണെങ്കിൽ അടിക്കടി ഓരോ ബുദ്ധിമുട്ടും ശാരീരികമായ പീഡയും മാനസികമായ അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കാൻ ഇടയാവുന്നുണ്ട്. ഞാൻ ഈ ശുദ്ധീകരണാത്മാക്കളുടെ മാസങ്ങളിലൊക്കെ എനിക്ക് നല്ല പെയിൻഫുൾ ആയിട്ടുള്ള അവസ്ഥകളായിരിക്കുള്ളൂ. ഞാനപ്പോ ഇങ്ങനെ ആലോചിച്ച് ഒരു പകുതി ആഴ്ചയും കഴിഞ്ഞപ്പോ, നവംബർ പകുതിയും കഴിഞ്ഞപ്പോഴേക്കും 2 ആഴ്ചയും കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളായിട്ടും തോന്നിയില്ല. എനിക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു. പിന്നെ 3-ാമത്തെ ആഴ്ചയിലോട്ട് കിടന്നപ്പോഴേക്കും എനിക്ക് എന്തെന്നില്ലാത്ത അസ്വസ്ഥതകളും വിഷമങ്ങളും സങ്കടങ്ങളും പല പല അവസ്ഥകളായിരുന്നു. ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല, നമ്മളെ അതുപോലെ ഇട്ട് വലിക്കുന്ന ഒരവസ്ഥ. പിന്നെ അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത്, ഈ മാസം ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. കാരണം നമ്മള് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഓരോ കാരണത്തിന്റെയും മുമ്പിൽ ഒരു ദൈവിക ഇടപെടലുകൾ ഉണ്ട്. എങ്കിലും അതിന്റെ മുകളില് അതിനെ തളർത്തുവാൻ, ഇല്ലാതാക്കാൻ എന്താണ് പിശാചിന്റെ ദുഷ്ടശക്തിയുടെ ഇടപെടലുകളുണ്ട്. നമ്മൾ എത്രമാത്രം ബലഹീനമായിട്ടാണ് ദൈവത്തിന്റെ മുമ്പിലായിരിക്കും. നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആൾക്കാരും അല്ല. ആണോ? ആരെങ്കിലും ആണോ? ഇല്ല. അപ്പൊ പലവിധ പാപാവസ്ഥയിലും പലവിധ സങ്കടങ്ങളിലും, എന്നാൽ കുറച്ച് പ്രാർത്ഥനയിലും കുറച്ച് വിശ്വാസത്തിലും ഒക്കെ നിലനിന്ന് പോവുകയാണ്. അത് ദൈവത്തിന്റെ കൃപ കൊണ്ട്. അപ്പോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുമ്പോൾ അധ്വാനിക്കുമ്പോഴൊക്കെ നമ്മളുടെ ബലഹീനതയിൽ നിന്നുകൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. നമുക്കൊന്നും തന്നെ ഇന്നത്തെ ദിവസം മുഴുവനും വിശുദ്ധിയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ച അടുത്ത നിമിഷം, അങ്ങനെ ആഗ്രഹിച്ച അടുത്ത സെക്കൻഡിൽ നമ്മൾ പാപം ചെയ്തു കഴിയും. അതാണ് മനുഷ്യന്റെ അവസ്ഥ. അപ്പൊ അത്രയും ബലഹീനനെ ദൈവകൃപയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് എന്താണ്? പ്രലോഭനം നമ്മളെ ശക്തമായി പിടികൂടും, ഉറപ്പായിട്ടും പിടികൂടും. മാത്രമല്ല അതിനെ അതിജീവിക്കുവാനുള്ള ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി എപ്പോഴും ഓർമ്മയോടുകൂടി ആയിരിക്കുക. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ദൈവത്തെ ഓർക്കുക, ദൈവത്തിനോടുള്ള വിചാരത്തിലായിരിക്കുക,
ദൈവചിന്തയില് സമയങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ശരിക്കും നമ്മളൊരു പ്രാർത്ഥനയുടെ ആ ദൈവത്തെ ഓർക്കുക തന്നെ എന്താണ് അതന്നെ ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തെ ഓർക്കുക എന്നുള്ളത് തന്നെ ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന. മുമ്പിൽ ഞാൻ ഉയർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതെല്ലാം ദൈവത്തോടുള്ള വിശ്വസ്തമായ സ്നേഹം നമ്മുടെ ഉള്ളില് 1% ഉണ്ടെങ്കിലാണ് നമുക്കത് ആയിരിക്കാൻ സാധിക്കുക. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ വിശ്വസ്തത വളരെ നിസ്സാരമാണെങ്കിലും ദൈവത്തിന്റെ വിശ്വസ്തത പൂർണ്ണതയിലാണ് നമ്മളോട് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സംരക്ഷണം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകുന്നത്. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ജയന്തി വായിക്കും. മണിയമ്മ വായിക്കും. വായിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം 1 46 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും വിശ്വസ്തയോടുകൂടി വ്യാപരിച്ച ഒരു സമ്പൂർണ്ണ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ മറിയം, അല്ലെ? അതായത് ദൈവത്തിന്റെ എല്ലാ ചിന്തകളെയും വ്യക്തമായി അറിയാം. ദൈവം അടുത്ത നിമിഷം എന്താണ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മളിൽ കൂടി എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത് എപ്രകാരമാണ്, ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണ എങ്ങനെയാണ്, ദൈവം നമ്മളോട് കാണിക്കുന്ന സ്നേഹം എന്താണ്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് എന്നുള്ള അനേകം കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വചനഭാഗങ്ങളാണ് മറിയത്തിന്റെ സ്തോത്രഗീതത്തില് നമ്മളോട് ഉദ്ധരിക്കുന്നത്. അപ്പോ അതായത് മറിയം പഠിച്ച കാര്യങ്ങള് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് മറിയത്തിന്റെ സ്തോത്രഗീതം, അല്ലെ? മറിയം മനസ്സിലാക്കിയ കാര്യങ്ങള് നമ്മളെ മനസ്സിലാക്കി തരുന്നതാണ്. മറിയം എന്തായിരിക്കാനായിട്ട് ആഗ്രഹിച്ചോ ആ കാര്യങ്ങളാണ് മറിയം നമ്മളുമായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വചനങ്ങളായി, പ്രകീർത്തനങ്ങളായി പ്രഘോഷിക്കുന്ന മറിയത്തിന്റെ സ്തോത്രഗീതം. അപ്പോ നമുക്ക് ഈ ഓരോ വചനവും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ഒരു ദിവസം ഒരു സെന്റൻസ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ, അല്ലെ? എളിമയുള്ളവരെ കർത്താവ് ഉയർത്തുന്നു എന്ന് നമ്മൾ ധ്യാനിക്കുമ്പോഴേക്കും നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ ഈ പൗലോസ്ലീഹ പറയുന്നുണ്ട്, 3 മുള്ളുകളെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അല്ലെ? ഈ മുള്ളൊന്നെടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ മുള്ള ആരിൽ കൂടിയാണ് ആ മുള്ളിന്റെ അസ്വസ്ഥത അനുഭവിച്ചത്? ഈശോ കൊടുക്കുന്നതല്ല, പൈശാചികതയുടെ മുള്ളാണെന്ന് പറയുന്നത്. ഈശോ അനുഭവിച്ചത് അല്ല, പൗലോസ്ലീഹയുടെ കാര്യം ഞാൻ പറഞ്ഞത്. പൗലോസ്ലീഹ ഈ മുള്ളിന്റെ വേദന അനുഭവിക്കുമ്പോ ഈ മുള്ളൊന്നെടുത്ത് മാറ്റണമേ എന്ന് പറയുന്നുണ്ട്, അല്ലെ? പറയുന്നില്ലേ? പൗലോസ്ലീഹ പറയുന്ന ഏത് വചനഭാഗമാണ്? കൊറിന്ത്യൻസ്. നിനക്കെന്റെ കൃപ മതി, എന്നാൽ നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. അപ്പോ ഈ മുള്ളിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് വെളിപാടുകളുടെ ആധിക്യത്താലും ഒരു വലിയ ഒരു ദൈവീക കൃപ നിലനിർത്തുവാനായിട്ട്
ഒരു പൈശാചിക പീഡ അതിന്റെ ഇടയിൽ കളിക്കുന്നു, അനുഭവിക്കാണ്ടിടയാകുന്നു അല്ലെ. നമുക്ക് അതെ എല്ലാവർക്കും അത് തന്നെ ഒരു തരത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഒരു ദൈവീക കൃപ നമ്മളിൽ നിലനിൽക്കുവാൻ വേണ്ടി ഒരു വൈശാചിക പീഡ അതിന്റെ ഇടയിൽ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് എല്ലാ ആത്മീയ മനുഷ്യർക്കും ഉള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചിലപ്പോ ശാരീരികമായി പീഡയില്ലെങ്കിൽ മാനസികമായ പീഡയുണ്ടാവും, മാനസികമായ പീഡയില്ലെങ്കിൽ ശാരീരികമായ പീഡയുണ്ടാവും, ഇല്ലേ? ഉണ്ടാവില്ലേ? അതെ ഉണ്ട് ആ, ഉണ്ട്. അത് ഉറപ്പായ കാര്യമാണ്. അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എന്താന്ന് വെച്ചാല് നമ്മളുടെ ജീവിതയാത്രകളിൽ നമുക്ക് കുറച്ചൊക്കെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുതലായി അനുഭവിക്കുമ്പോൾ നമ്മൾ മതിമറന്ന് ചിലപ്പോ ദൈവസ്നേഹത്തിനെതിരായി പ്രവർത്തിക്കാനുള്ള സാധ്യതകള് വളരെയധികമാണ്, അല്ലെ? അതെ അതെ ദൈവസ്നേഹത്തിനെതിരെ നമുക്ക് കൃപയുള്ളത് ദൈവം തന്നതാണെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന്റെ വിശുദ്ധി നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ടൊക്കെ ദൈവം വെച്ച് നീട്ടുന്ന ഒരു പൈശാചിക പീഡയാണ് എന്ത് ചില മുള്ളുകൾ. ചിലവർ പറയും മക്കളെ കുറിച്ചുള്ള മുള്ളുകൾ, അല്ലെ? അതെ മക്കളെ കുറിച്ചുള്ള മുള്ളുകളെ കുറിച്ച് പറയാറില്ലേ? ഉണ്ട് ഉണ്ട്. അപ്പോ ഈ അല്ലെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് അല്ലെങ്കിൽ മാതാപിതാക്കളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിച്ചവരെ കുറിച്ച്, അല്ലെ? ലോകത്ത് നശ്വരമായത് എല്ലാം നശിക്കുന്ന എല്ലാം അതിൽ തന്നെ ദുർബലതയുണ്ട്. അത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളായാലും വസ്തുക്കളായാലും സമ്പത്തായാലും അറിവായാലും എല്ലാത്തിനും മുകളിലും ഈ ഒരു അവസ്ഥയുണ്ട്, അല്ലേ? അതെ ഉണ്ടോ? ഉണ്ട് ഉണ്ട്. ഉണ്ട്. അപ്പൊ ഈ നശ്വരമായതിനെ അന്വേഷിക്കാതെ അനശ്വരമായതിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ അവസ്ഥയെ ഒരു പ്രത്യേക രീതിയിൽ ദൈവം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു വിശുദ്ധീകരണം വേണം. കാരണം എന്താ? ദൈവിക കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് കുറച്ചെങ്കിലും ഒരു ശതമാനമെങ്കിലും നമുക്ക് ആത്മാർത്ഥമായ വിശുദ്ധി നിലനിർത്തുവാനുള്ള ഒരു ആഗ്രഹം വേണം, വേണ്ടേ? വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതെ അപ്പൊ ദൈവിക കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊരു വിശുദ്ധീകരണം വേണം, വിശുദ്ധി വേണം. ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന കാര്യങ്ങള് പലർക്കും മനസ്സിലാകാതെ പോകുന്ന സാധ്യതകളുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ യഥാർത്ഥ അവസ്ഥ ലോകവുമായിട്ടാണ് കൂടുതൽ അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്, അല്ലെ? അതെ അതെ അപ്പൊ അതെ ദൈവിക കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് വ്യക്തമായ ബോധ്യത്തോടുകൂടെ ഇതെന്ത് പൊട്ടത്തരമൊക്കെയാണ് പറയണേന്ന് തോന്നും. കാരണം എന്താ? നമ്മൾക്ക് അത്രമാത്രം ലോകവുമായിട്ട് അറ്റാച്ച് ഉള്ളതുകൊണ്ട്. ലോകം ഇങ്ങനൊന്നുമല്ല നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ലോകം എല്ലാം ഒരു കപടതയിൽ കൂടി അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കയറിട്ട് വലിക്കുകയാണ്. പക്ഷെ ദൈവം അങ്ങനെയല്ല. ദൈവം ദൈവിക സ്വാതന്ത്ര്യത്തിൽ കൂടി തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം തന്നെ ആയിരുന്നുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരിക എന്നുള്ളത്, അല്ലെ? മനസ്സിലായോ? നമ്മളെ ലോകവുമായിട്ട് തന്നെ ബന്ധമുള്ള ജീവിതങ്ങളാണെങ്കിലും അതിൽ നിന്നും വേറിട്ടൊരു ജീവിതം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയൊരു ആനന്ദം, അതിനേക്കാൾ വലിയൊരു ദൈവീകമായ ഇടപെടലുകള് ഈ ലോകത്തിൽ നിന്നല്ലാത്ത ഏതോ ഒരു അവസ്ഥകളില് നമുക്ക് ദൈവം പ്രദാനം ചെയ്യുവാൻ കാത്തിരിക്കുന്നുണ്ട്. ആ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത് നമ്മളുടെ സ്വാതന്ത്ര്യം. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പ്രാർത്ഥനയിലേക്ക് വരാതിരിക്കാം, എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാം, എനിക്ക് കൂട്ടായ്മയിൽ പ്രവർത്തിക്കാതിരിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഞാൻ അതിൽ ഉണ്ട് താനും, അല്ലേ? ഇത് നമ്മളുടെ സ്വാതന്ത്ര്യമാണ്. എനിക്ക് കൂട്ടായ്മയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഈ സ്വാതന്ത്ര്യത്തോട് പലരും ചിലപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ഇൻആക്റ്റീവ് ആവുന്നവരെ റിമൂവ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ വേണമെങ്കിൽ ചിന്തിക്കപ്പോൾ ഗ്രൂപ്പിൽ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ പ്രാർത്ഥനയിലായിരിക്കുമോ നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ റിമൂവ് ചെയ്യുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവാം. എന്താണ് ഇൻആക്റ്റീവ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എന്ന് സ്വയം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ
അസ്വസ്ഥത ഉണ്ടാവില്ല. കാരണം എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് സാധിക്കുന്ന സമയം വരെ ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ച് കാത്തിരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചിലവർക്ക് അത് നമ്മളിപ്പോ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളെ എടുത്തു മാറ്റുക എന്ന് പറഞ്ഞാല് നമ്മൾക്കൊരു അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പൊ അതിനെ എടുത്തു മാറ്റുമ്പോൾ മാനുഷികമായ ചിന്തയിൽ ഒരു അസ്വസ്ഥത തോന്നുമ്പം ബുദ്ധിയുടെ തലത്തിലൊക്കെ ചിന്തിക്കും. അതേസമയം നമ്മൾ ആ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മയില് ആയിരിക്കുമ്പോൾ ആ കൂട്ടായ്മയുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തില് ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവിക കൃപയും ഇടപെടലുകളും ഉണ്ടാവും. ഒരു ഉറപ്പാണത്. അത് ദൈവികമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആത്മീയതയിലാണെങ്കിലും ഭൗതികതയിലാണെങ്കിലും കുടുംബപരമായ സമൂഹപരമായാലും ഉള്ളൊരു കാര്യം എന്ന് വെച്ചാല് നമ്മളെ ഏൽപ്പിക്കുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളിലും അതിന്റെ പൂർണ്ണത അല്ലെങ്കിൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കുക എന്നുള്ളത് നമുക്ക് സ്വയമേവ സാധിക്കില്ല. ചിലപ്പോ നമുക്ക് അറിവുണ്ടാവാം, അതിനുള്ള സമയം ഉണ്ടാവാം, കഴിവുണ്ടാവാം, അതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചും ഗ്രാഹ്യമായ കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മള് അതിനെ ആക്റ്റീവാക്കാൻ നമ്മളുടെ സ്വതന്ത്ര ചിന്തകളാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു മോട്ടിവേഷനാണ് അതിനെ സഹായിക്കുന്നത്, അല്ലെ? ചില മനുഷ്യർക്ക് വചനം ബൈഹാർട്ടാണ്, ബൈബിള് ബൈഹാർട്ടാണ്. പക്ഷെ അടിസ്ഥാനപരമായി ബൈഹാർട്ട് ആയാലും ഇല്ലെങ്കിലും വചനത്തിന്റെ കണ്ടന്റ് മനസ്സിലാക്കുക എന്നുള്ളത് ബൈഹാർട്ടായിരിക്കുന്ന ആൾക്കാർക്ക് അറിവുണ്ടാവണമെന്നില്ല. ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. വചനഭാഗം എവിടെയാണ്, ഇതെവിടെയാ, ഈ ഒരു കൊട്ടേഷൻ എവിടെയാണെന്ന് ചോദിച്ചു ചിലപ്പോ അവര് പടാന്ന് പറഞ്ഞു തരും. പക്ഷെ അതെന്താണ് നമ്മളോട് പറയുന്നത്, ആ വചനത്തിൽ കൂടി നമ്മളോട് ദൈവം എന്താ സംസാരിക്കണേന്ന് പറഞ്ഞു തരുവാനും കൂടിയുള്ള ഒരു കഴിവും കൂടി ഉണ്ടാവുമ്പോഴാണ് അത് പെർഫെക്റ്റ് ആണത്, അല്ലെ? നമ്മളിപ്പോ ഒരു വചനം ഇപ്പൊ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു ഞാൻ ഓൺലൈനിൽ പ്രെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 5-6 വർഷമായിട്ടായി. പക്ഷെ ഓരോ ദിവസവും ഓരോ വചനഭാഗങ്ങളും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം നമ്മളോട് പറഞ്ഞു തരുന്നത്. പിന്നെ പറഞ്ഞിരുന്ന വചനം തന്നെയാണെങ്കിലും എളിയുള്ളവരെ ഉയർത്തുന്നു എന്ന് പറയുന്ന മറിയത്തിന്റെ സ്തോത്രത്തില് എളിമപ്പെടുക എന്ന് പറഞ്ഞ കൃപയുള്ള മനുഷ്യർക്ക് ഇൻക്ലൂഡഡ് ആണ് എളിമ, അല്ലേ? അതെ. ഇപ്പൊ എളിമയുള്ളവരുടെ ജീവിതത്തില് ദൈവം നിശ്ചയിക്കുന്ന എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കണം എന്നുള്ളത് അതൊരു ഉത്തരവാദിത്വമാണ്. പക്ഷെ വേറൊരു ഉത്തരവാദിത്വത്തിൽ വേണമെങ്കിൽ ചിന്തിക്കാം, മാനുഷികമായ ചിന്തയിൽ ചിന്തിക്കാം. ദൈവത്തോട് ഇത്ര നാളെ ഞാൻ ചേർന്നിട്ട് എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദിച്ചല്ലോ, അപമാനിച്ചല്ലോ, മാറ്റി നിർത്തിയല്ലോ, റിമൂവ് ചെയ്തല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോ അവിടെ യഥാർത്ഥത്തില് എളിമയുടെ പ്രസൻസ് ഇല്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ഒരു വ്യക്തി എന്തായിരിക്കണം എന്നുള്ളത്, എന്തിനെ കുറിച്ചായിരിക്കണം എന്നുള്ളതും, ദൈവത്തെ പ്രതി എളിമപ്പെടുന്നതും മനുഷ്യരുടെ മുമ്പില് സ്വയം താഴ്ന്നതും തരം താഴ്ന്നതും ഒക്കെ ഒരു എളിമയുടെ ഒരു അടയാളമാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികമായ അവസ്ഥയും കൂടി നമ്മുടെ ഉള്ളില് കരുതണം. ചിലപ്പോ നമുക്ക് അനുവദിച്ചിരിക്കുന്നതായിരിക്കും എടുത്തു മാറ്റണത്, അല്ലെങ്കിൽ നമ്മുടെ അധികാരത്തിന്റെ കീഴിലുള്ളതായിരിക്കാം എടുത്തു മാറ്റണത്, നമുക്ക് നമ്മുടെ കൈകളിലേക്ക് തന്നതായിരിക്കാം പിടിച്ചു പറിക്കണത്. ഇതൊക്കെ എന്നതിനെ കുറിച്ചുള്ളതാണ് നമ്മളെ എളിമപ്പെടുത്തുവാനുള്ള ദൈവിക പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്ന അവസ്ഥയാണ്, അല്ലേ? ആണോ? ഈ അവസ്ഥയിൽ കൂടി തന്നെയാണ് പരിശുദ്ധ മറിയം കടന്നുപോയത്, അല്ലെ? ദൈവത്തിന്റെ കൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് മറിയത്തെ ദൈവം പൂർണ്ണമായും അംഗീകരിച്ച് സ്വർഗീയമായ അനുഗ്രഹങ്ങളുടെയും ആശീർവാദങ്ങളുടെയും ദൂതൻ വഴി പരിശുദ്ധ മറിയത്തിനെ കൈമാറുമ്പോഴും അമ്മ അത് രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോഴും അത് കഴിഞ്ഞ് വരുന്ന ജീവിതങ്ങളെല്ലാം അതിഭീകരവും ഭയാനകവുമായ സഹനങ്ങളുടെ കുരിശുകളുടെ മുള്ളുകളുടെയും ഒക്കെ കടന്നുപോകലുകളായിരുന്നു എന്ന് പരിശുദ്ധ മറിയം അറിഞ്ഞു വരുമ്പോഴേക്കും, മനസ്സിലാക്കി വരുമ്പോഴേക്കും മറിയം പതർന്നില്ല. അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്, അല്ലെ? അപ്പോ ചില സമയങ്ങളിൽ നമുക്കും ഈ സംഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളിമപ്പെട്ടിരിക്കാനൊക്കെ നമുക്ക് സാധിക്കും. കാരണം എന്താണ്, നമുക്ക് പലപ്പോഴും എളിമപ്പെടാനായിട്ടുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്നതിന്റെ
അവസ്ഥ എന്ന് പറഞ്ഞാല് നമ്മളിലുള്ള ഒരു മാനുഷികമായ ബലഹീനത എപ്പോഴും നമ്മളെ ശക്തിപ്പെടുത്തുന്നതുകൊണ്ട് ഒക്കെ ആയിരിക്കാം ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ സങ്കീർത്തനത്തില് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചു കടന്നു പോയ ഒരു വചനഭാഗമാണ്. കർത്താവിന്റെ സങ്കീർത്തകൻ പറയുന്നത്, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്നെ എന്റെ ശിക്ഷയ്ക്ക് കാരണമാക്കണമേ, അല്ലെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കതിന് തക്കതായ ശിക്ഷ നൽകി എന്നെ വീണ്ടെടുക്കണമേ എന്ന് പറഞ്ഞു എന്നൊരു വചനം ഞങ്ങൾ നോട്ട് ചെയ്യാൻ പോയി. അപ്പോ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിന്റെ ശിക്ഷണത്തിൽ നമ്മൾ വിധേയപ്പെടുമ്പോ ദൈവം ആണ് ഇപ്പൊ നമ്മളെ വേദനിപ്പിക്കുന്നവര് നിരന്തരം നമ്മളെ വേദനിപ്പിക്കുകയാണ്. അപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർക്കാറുണ്ട് മോശയെ കുറിച്ച്. കാരണം മോശ പരിശുദ്ധ മറിയമ്മിന് ദൈവികമായ വലിയൊരു പ്രസൻസ് ഉള്ളതാണ്. പക്ഷെ മോശ അങ്ങനെയല്ലല്ലോ. മോശയെ ദൈവം വിളിക്കുകയാണ്, അതുപോലെ അബ്രഹത്തെ വിളിക്കുകയാണ്, യാക്കോബിനെ വിളിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ വേണ്ടി പലരെയും ദൈവം വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തെയും ദൈവം വിളിക്കുന്നത്. വിളിക്കുമ്പോഴേക്കും ഈ വിളി അനുസരിച്ച് നിൽക്കാനുള്ള ഒരു ശക്തിയും കൂടി ദൈവം നമുക്ക് തരുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ചില സമയങ്ങളില് ചിലപ്പോ നമുക്ക് ആ അവസ്ഥയോട് പൊരുത്തപ്പെടാൻ പറ്റുമോ? ദൈവം നമ്മളെ വിളിച്ചു, എന്നാലും നമുക്ക് ആ വിളിക്കനുസരിച്ച് നിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വിശ്വാസ ദുർബലത കൂടി അല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രയാസങ്ങളിൽ കൂടി നമുക്ക് പ്രയാസം വരുമ്പോൾ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പോലും അറിയാതെ നമുക്ക് നമ്മുടെ ജീവിതത്തോട് വെറുപ്പും കൂടി വരാറുണ്ട്, അല്ലെ? വെറുപ്പ് വരാറില്ലേ? വെറുപ്പ് വരുമ്പോ നിരാശ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പൊ എന്തു പറ്റും? നമ്മുടെ ചിന്തകളോട് പിശാചിന് യുദ്ധം ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ അതെ, നമ്മളെ തെറ്റായ ചിന്തകളിൽ കൂടി നമ്മളെ നയിക്കുവാനായിട്ട് എളുപ്പം. അവിടെയൊക്കെയാണ് ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടാനായിട്ട്, ആ സഹനങ്ങളോട് സഹകരിക്കുവാനുള്ള ഒരു എളിമ നമുക്ക് അത്യാവശ്യമാണ്, അല്ലെ? സഹനങ്ങളോട് സഹകരിക്കുവാനുള്ള ഒരു എളിമയുടെ ചിന്ത, അല്ലെങ്കിൽ എളിമയുടെ ഒരു ദൈവത്തിന്റെ എളിമ. അതുകൊണ്ട് ആ ഒരു അവസ്ഥയെ നമുക്ക് തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറിയത്തിൽ കൂടി ആണ്. അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടിൽ വേറെ ആരെങ്കിലും കൈ ഏൽപ്പിക്കുന്നുണ്ടോ മനുഷ്യരെ? മാനവകുലത്തെ മുഴുവനും എല്ലാ ക്വാളിറ്റിയും കൂടി അടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വം. ഇപ്പൊ എളിമപ്പെടണോ, സ്നേഹിക്കണോ, ക്ഷമിക്കണോ, ദയ കാണിക്കണോ, പരിത്യാഗം ചെയ്യണോ, എന്തെല്ലാം ദൈവിക നന്മകൾ നമ്മളിൽ വളർത്തണോ, അതിനെല്ലാം നമ്മളെ സഹായിക്കുവാനായിട്ട് പരിശുദ്ധ മറിയമല്ലാതെ മറ്റൊരു വ്യക്തി ഈ ഭൂമിയിലില്ല, സ്വർഗത്തിലുമില്ല, അല്ലെ? മറിയം കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ വിശുദ്ധരും മറ്റെല്ലാവരും. അതുകൊണ്ടാണ് കുരിശിന്റെ ചുവട്ടില് എത്രമാത്രം ഇതാ നിന്റെ അമ്മയെന്ന് പറയും. ഈ അമ്മയുടെ ഉള്ളില് എല്ലാ പുണ്യങ്ങളും ഉണ്ട്, നിനക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് നീ എന്നിലേക്ക് നോക്കുക, എന്നിൽ ആശ്രയിക്കുക, ഞാനല്ലാതെ മറ്റൊരു മാധുര്യമുണ്ടോ എന്നൊക്കെ കരുണയുടെ നാഥയുടെ പുസ്തകത്തിൽ നമ്മളോട് പറയുന്നത്. അപ്പം ഈ ഒരു വ്യക്തമായ ബോധത്തോടുകൂടെ നമ്മളുടെ ജീവിതത്തിന്റെ സഹനങ്ങളെ സ്വീകരിക്കുവാനുള്ള എളിമ, ചിലപ്പോ നമ്മള് അത്രമാത്രം സ്നേഹിക്കുന്നവരായിരിക്കും ചിലപ്പോൾ നമ്മളെ തള്ളി പറയുന്നത്, അല്ലെങ്കിൽ അത്രമാത്രം സഹായിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അത്രമാത്രം നമ്മൾ കരുതിയവരായിരിക്കും, അല്ലെങ്കിൽ പല വിധത്തില് നമ്മളുടെ സാന്നിധ്യവും നമ്മുടെ സമ്പത്ത് കൊണ്ടും ഒക്കെ നമ്മൾ അവരോട് കൂടുതൽ പ്രവർത്തിച്ചതും കരുണ കാണിച്ചതും കരുതി. പക്ഷെ അവരിൽ നിന്ന് തന്നെ ദൈവം നമ്മളെ എളിമപ്പെടുത്തുവാനുള്ള അവസരങ്ങളോ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാതെ അങ്ങോട്ട് വേദനിക്കും, അല്ലെ? അപ്പൊ ആ അവസ്ഥകളില് പലപ്പോഴും നമുക്ക് പൊരുത്തപ്പെട്ട് പോരാൻ ഭയങ്കര പ്രയാസമാണ്. ഈ പൊരുത്തപ്പെട്ട് പോരാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധ അമ്മ പഠിച്ച അല്ലെങ്കിൽ ശീലിച്ച അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ലോകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ച ആ എളിമയുടെ ആ മാതൃക നമ്മളും
സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു അതിജീവനം, ആ മുള്ളുകളെ നമുക്ക്, ആ മുള്ളുകളുടെ കൂരമ്പുകൾ, മുള്ളിന്റെ മുമ്പിലുള്ള ഷാർപ്നെസ് ഉണ്ടല്ലോ, അത് ഒടിച്ചു കളയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ദൈവിക കൃപയിൽ നിലനിന്ന പരിശുദ്ധമ്മയോട് ചേർന്ന് പലരും നമ്മുടെ വിഷമങ്ങൾ, വേദനകൾ കണ്ട് പരിഹസിക്കുന്നവരുണ്ടാവാം, സന്തോഷിക്കുന്നവരുണ്ടാവാം, ശപിക്കുന്നവരുണ്ടാവാം, നമുക്കെതിരെ വ്യാജം പറയുന്നവരൊക്കെ ഉണ്ടാവാം. അതിനെല്ലാം ഇതേ അവസ്ഥയിൽ തന്നെ നേടിയെടുത്ത അല്ലെങ്കിൽ കടന്നുപോയ സഹനങ്ങളുടെ ഭീകരതയുടെ ഭാണ്ഡവുമായിട്ടാണ് അമ്മ കുരിശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചത്. അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകമായി വിശ്വാസ തകർച്ചയെ കൂടി ദൈവസ്നേഹത്തിനെതിരായി ജീവിക്കുന്ന എല്ലാ മക്കളുടെയും മാനസാന്തരത്തിന് വേണ്ടി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൽ തിരുഹൃദയത്തിൽ താഴ്ന്നു തോന്നി